ഈ പ്രാവശ്യം ഓഷ്യൻസിൽ പോയപ്പോൾ നല്ല അടിപൊളി യെല്ലോഫിൻ ടൂണ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നല്ലൊരു അടിപൊളി ചൂര മുളകിട്ടതായല്ലോ എന്ന് കരുതി നല്ല ഹലുവ കഷ്ണം പോലത്തെ യെല്ലോഫിൻ ടൂണ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുടപ്പുളി സോക്ക് ചെയ്ത് വയ്ക്കാം ചൂടുവെള്ളത്തിൽ. വെളിച്ചെണ്ണയിട്ട് കടുക് വറുത്തങ്ങ് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് തന്നെ കുറച്ച് സ്ലൈസ് ചെയ്ത ഗാർലിക്ക് നമുക്ക് വെളിച്ചെണ്ണയിട്ട് സോക്ക് ചെയ്ത് തുടങ്ങാം. അതിലേക്ക് 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട്, അത്രയും കറിവേപ്പില എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് ജൂലിനായിട്ട് കട്ട് ചെയ്ത ജിഞ്ചർ, അതിനകത്ത് 2 കഷ്ണം ഞാൻ ചതച്ചിട്ടുണ്ട്. ചതച്ച ജിഞ്ചറിൻ്റെ കഷ്ണം മീൻ കറി എന്നിട്ട് കട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 2 സവോള നമുക്കിത് സോത്ത് ചെയ്ത് തുടങ്ങാം. സവോള നല്ലവണ്ണം സോത്ത് ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ. കുറച്ച് അധികം വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. മീൻ മുളകിട്ടാകുമ്പോൾ കുറച്ച് എണ്ണ കുറച്ച് അധികം വേണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഇപ്പോഴൊന്നും ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ ഉടനെ ഉപ്പിട്ട് എന്ന് ചോദിക്കാൻ ഒരു 100 പേര് വരും. ഇപ്പം നല്ല അടിപൊളി സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ആ ഓർഗാനിക്കായിട്ട് തന്നെ നല്ല ആ ഓണിയൻ അങ്ങ് നല്ലോണം സോത്ത് ചെയ്ത് വരികയാണ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഉപയോഗിക്കാം. സ്പൈസി ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അത്ര എരിവ് ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമ്മൾ സോക്ക് ചെയ്തിട്ട് ആ കുടംപുളി അടി കൊടുക്കുക. ആ മസാല ഒന്ന് നല്ലോണം എണ്ണയിലൊന്ന് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഒരു തക്കാളി. അപ്പോൾ തക്കാളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മിക്സ് ചെയ്ത് അടിച്ചിട്ട് തല്ലും മതി. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ആ മസാല ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. അതിനകത്ത് നിന്നിപ്പം ആ എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇനി നമുക്ക് ഉപ്പും ചേർത്ത് കറി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം തിളപ്പിക്കാം. പെട്ടെന്നാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇനി ആ അലുവ കഷ്ണം കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ടൂണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അത് ഒരു ലാഡിലിട്ട് ഇളക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ചുറ്റിച്ച് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കണം. എനിക്ക് ഫിഷ് ഇത്രയും വെന്താൽ മതി, അധികം വേവൊന്നും ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരിക. അതല്ല, നമുക്ക് നാട്ടിലെ അമ്മമാർ ചെയ്യുന്ന പോലെ നല്ലോണം തിളപ്പിച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിച്ച് കൊടുക്കാം. അതാ ഇതുപോലെ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ മുളക് നല്ല അടിപൊളി പുളിയെല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ചെയ്യാൻ കാര്യം. താങ്ക് യു സോ മച്ച്.